ഹായ്, അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വാടനാകുറിശി എത്തിയിട്ടോ. ഇവിടുന്ന് ഞങ്ങൾക്ക് ആരബി വായനശാലയുടെ വാർഷികാഘോഷം നടക്കുകയാണ് ഇന്നും നാളെയായിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിറക്കുകയാണ് കേട്ടോ. അവിടെ കാണാൻ മാത്രമല്ല, ആർദ്രക്കുട്ടിയുടെ ഒരു ഡാൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ വന്നിറക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു 6 മണിയൊക്കെ ആയിരുന്നു. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്ത് കടയിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങിച്ച് കുട്ടികൾ കഴിച്ചിട്ട് അങ്ങനെ നടക്കാച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ പാടത്തിൻ്റെ നടുവിൽ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയും കുട്ടികളും എല്ലാം കൂടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട്, അവിടെ മേക്കപ്പിന് ആൾക്കാരുണ്ട്, അപ്പോൾ അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആരബി വായനശാല ഗ്രന്ഥശാല കലാസമിതി. അവിടെ ഇതാ ഒരു ഐ ലവ് ആരബി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ആരബിയിലെത്തി. ഇവിടെ കുട്ടികളൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ പുറകിലായിട്ടാണ് സ്റ്റേജ്. അവിടെ അംഗനവാടി കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈബ്രറി ഉണ്ടോ, ബുക്സൊക്കെ ഒരു അത്യാവശ്യം ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആർദ്രക്കുട്ടീനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇത് ആർദ്രക്കുട്ടി ഇങ്ങനെ കേട്ടോ ഞങ്ങൾ കളിക്കാൻ പോണത്. ഞങ്ങൾ സ്വന്തമായി പഠിച്ച ഡാൻസാണ്, യൂട്യൂബൊക്കെ നോക്കിയിട്ട്. പിന്നെ ഞങ്ങൾ നല്ല കൂടുതൽ ഇതിന് വേണ്ടിയിട്ടൊന്നും ചിലവഴിച്ചിട്ടില്ല. അപ്പോൾ പുറകിൽ ഞങ്ങൾ സ്റ്റേജിൻ്റെ പുറകിലെത്തി. അടുത്തത് ഞങ്ങൾ കളിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്യാണ്. ഇടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. നല്ല വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി ഗുണശരീരായ ഗുണമണ്ഡിതായ ഈ കാണുന്നത് ഒരു ചെറിയ നാടകമാണ്. ഇവിടുത്തെ വനിതാവേദിക്കാരെ അവതരിപ്പിച്ച നാടകമാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ വാർഷികത്തിന് ആദ്യമൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കളിക്കുമായിരുന്നു. അന്ന് ഇവിടെ അല്ല സ്റ്റേജ് കേട്ടോ, കുറച്ച് അപ്പുറത്തൊരു ഒഴിഞ്ഞ പറമ്പുണ്ടായിരുന്നു, അവിടെയായിരുന്നു. ഇപ്പോൾ അവിടെ വീടും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഇതിൻ്റെ പുറകിലൊരു സ്ഥലമുണ്ട്, അവിടെ കേട്ടോ ഇപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ എല്ലാ വർഷവും കളിക്കുമായിരുന്നു. അന്ന് ഒരു കുട്ടി 2, 3 ഡാൻസും ഒക്കെ അവതരിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേരായതുകൊണ്ട് ഇപ്പോൾ അത്രയൊന്നും പറ്റില്ല. അപ്പോൾ നാടകത്തിന് ശേഷം ഇന്നത്തെ പരിപാടി അവസാനിച്ചു കേട്ടോ. ഈ വായനശാലയുടെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാവരെയും കൂടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം തന്നെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നാളെ ഇതിൻ്റെ ബാക്കി പരിപാടിയുണ്ട്. നാളെ കൊണ്ടുവരുന്ന നാടകമുണ്ട്, പിന്നെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കൽ, പിന്നെ അതിഥിയായിട്ട് സുധാ തെക്കേമഠം എന്ന് പറയുന്ന എഴുത്തുകാരി അധ്യാപികയുമായി അവർ വരുന്നുണ്ട്. അവർ നടുവട്ടത്തായതുകൊണ്ട് എനിക്ക് അവരെ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ നാളെ രാവിലെ പോകും, വൈകിട്ട് പരിപാടിക്കൊന്നും നിൽക്കില്ല. ഞങ്ങൾക്ക് അവിടെ പൂരത്തിൻ്റെയും കുട്ടികളുടെ വാർഷികാഘോഷത്തിൻ്റെയൊക്കെ തിരക്കാണ്. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.